ഇറാനിലെ സുപ്രധാന നഗരങ്ങളിലൊന്നായ ഇസ്ഫഹാൻ സമീപമുള്ള ആയുധ കേന്ദ്രത്തെ ലക്ഷ്യമാക്കി ശക്തമായ വ്യോമാക്രമണം നടത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് ആക്രമണം നടന്നതെന്നാണ് സൂചന. ഈ ആക്രമണത്തിൽ ഏകദേശം 2000 പൗണ്ട് ഭാരമുള്ള ശക്തമേറിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ടുകൾ പ്രകാരം ഭൂഗർഭത്തിലുള്ള സൈനിക സൗകര്യങ്ങളും ആണവ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുന്നതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഇത്തരം ബോംബുകളാണ് ഉപയോഗിച്ചതെന്ന് സൂചനയുണ്ട്. ഈ ആക്രമണം യുഎസും ഇസ്രായേലും ചേർന്ന് നടത്തിയ സംയുക്ത നീക്കമായിരിക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഇതുവരെ ഈ ആക്രമണത്തെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആക്രമണവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ദൃശ്യങ്ങൾ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. വീഡിയോയിൽ വൻ സ്ഫോടനങ്ങളും കനത്ത പുകയും ഉയരുന്നത് കാണാം. എന്നാൽ ഈ ദൃശ്യങ്ങൾ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്നും ഇതുവരെ സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഏകദേശം 2.3 ദശലക്ഷം ആളുകൾ താമസിക്കുന്ന വലിയ ജനസംഖ്യയുള്ള പ്രദേശമാണ് ഇസ്ഫഹാൻ. ആയതിനാൽ തന്നെ ഇത്തരമൊരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മനുഷ്യാവകാശ പ്രത്യാഘാതങ്ങളും സുരക്ഷാ ആശങ്കകളും ഗൗരവമായി ഉയർന്നിട്ടുണ്ട്. ഈ നഗരം ഇറാന്റെ ആണവ പദ്ധതികളിൽ നിർണായക പങ്കുവഹിക്കുന്ന കേന്ദ്രങ്ങളൊന്നായി കണക്കാക്കപ്പെടുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ഇത് ഇറാനിലെ മൂന്നാമത്തെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണമാകാം. അടുത്തിടെ ഏകദേശം 540 കിലോഗ്രാം ഭാരമുള്ള യുറേനിയം ശേഖരം ഇസ്ഫഹാനിലെ ഒരു ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കാമെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇത് ഈ പ്രദേശത്തിന്റെ തന്ത്രപ്രധാനമായ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഘടകമാണ്. ആക്രമണത്തിന് പിന്നാലെ പ്രദേശത്ത് ശക്തമായ സ്ഫോടന പരമ്പരകൾ ഉണ്ടായതായി വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ നാശനഷ്ടങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സൈനിക കേന്ദ്രങ്ങൾക്കൊപ്പം മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇത് ആദ്യമായല്ല ഇസ്ഫഹാൻ ആക്രമണ ലക്ഷ്യമായി മാറുന്നത്. കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പേരിൽ നടന്ന ഒരു സൈനിക നീക്കത്തിലും ഈ നഗരത്തെ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിലൂടെ ഈ പ്രദേശം എത്രത്തോളം സ്ട്രാറ്റജിക് പ്രാധാന്യമുള്ളതാണെന്ന് വ്യക്തമാകുന്നു. ഇതിനിടെ സംഘർഷാവസ്ഥ തുടരുകയാണെങ്കിലും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് തയ്യാറാണെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയില്ലെങ്കിൽ ഇറാനിൽ കരയാക്രമണം നടത്താൻ പോലും അമേരിക്ക തയ്യാറാണെന്ന സൂചനയാണ് അദ്ദേഹത്തിന് പ്രസ്താവനകൾ നൽകുന്നത്. അതേസമയം സംഘർഷം വഷളാകാതിരിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ തുടരേണ്ടതിന്റെ ആവശ്യകതയും മാർക്കോ റൂബിയോ ചൂണ്ടിക്കാട്ടി. യുഎസിന്റെ മുൻഗണന ഇപ്പോഴും നയതന്ത്രത്തിനാണെന്നും സമാധാനപരമായ പരിഹാരങ്ങൾക്കായുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺക്രീറ്റിനെയും പാറകളെയും തുരന്ന് ഭൂമിയിലടിയിലേക്ക് കടന്നു ചെന്ന ശേഷം പൊട്ടിത്തെറിക്കുന്ന അതിവിശേഷ സാങ്കേതിക ശേഷിയുള്ള ആയുധങ്ങളാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ. ഭൂഗർഭത്തിൽ മറഞ്ഞിരിക്കുന്ന ശത്രു കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇവയിൽ വലിയ തോതിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ചിരിക്കുന്നു. സാധാരണയായി ഏകദേശം 900 കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബുകൾക്ക് 200 അടി വരെ ആഴത്തിൽ കുത്തിനുഴഞ്ഞ് ശക്തമായ നാശം വിതയ്ക്കാൻ കഴിയും. അതിലും കൂടുതൽ ഭാരവും ശേഷിയുള്ള പതിപ്പുകൾ നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ അതീവ ഗൗരവമായുള്ള സുരക്ഷാ പ്രതിസന്ധികളെ സൂചിപ്പിക്കുന്നതാണ്. ഇതിനിടെ സമീപ പ്രദേശത്തിലേക്ക് പ്രത്യാഘാതങ്ങൾ വ്യാപിക്കുന്നതിന്റെ ഉദാഹരണമായി ഉയാമശയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണുണ്ടായ അപകടത്തിൽ ഏഷ്യൻ വംശജർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതോടെ ഇത്തരം സംഘർഷങ്ങളുടെ വ്യാപ്തി അപകട സാധ്യതയും കൂടുതൽ വ്യക്തമായി മുന്നോട്ട് വരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.